നമസ്കാരം. എയ്ഡ്സ് രോഗത്തെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. ഇതൊരു വൈറസ് ഉണ്ടാക്കുന്ന രോഗമാണെന്നാണ് നമ്മളെല്ലാവരും ധരിക്കുന്നത്. പക്ഷേ ഇത് വൈറസ് ഉണ്ടാക്കുന്ന രോഗമാണോ അതോ ഒരു അലോപ്പതി മരുന്നുണ്ടാക്കുന്ന രോഗമാണോ എന്ന സംശയമാണ് ഇപ്പോൾ എനിക്കുള്ളത്. ഈ അടുത്ത സമയത്ത് നമ്മൾ മലപ്പുറത്തെ ഏതാണ്ട് 10 പേർക്ക് എയ്ഡ്സ് രോഗം പിടിപെട്ടതായിട്ട് വായിച്ചിരുന്നു. അവരെല്ലാവരും മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന ആൾക്കാരായിരുന്നു. മയക്കുമരുന്ന് ശരീരത്തിലേക്ക് കുത്തിവെക്കാനായിട്ട് അവരെല്ലാവരും ഒരേ സിറിഞ്ച് ഉപയോഗിച്ചതുകൊണ്ടാണ് അവർക്ക് എയ്ഡ്സ് രോഗം ഉണ്ടായെന്നാണ് ആരോഗ്യവകുപ്പിൻ്റെ വിശദീകരണം. അതായത് അക്കൂട്ടത്തിൽ ആർക്കോ ഒരാൾക്ക് എയ്ഡ്സ് രോഗം ഉണ്ടായിരുന്നു. അയാൾ ഉപയോഗിച്ച സിറിഞ്ച് മറ്റുള്ളവർ വാങ്ങി ഉപയോഗിച്ചപ്പോൾ ഇയാളിൽ നിന്നും അവരിലേക്ക് വൈറസ് പ്രവേശിച്ചു എന്ന സിദ്ധാന്തം അനുസരിച്ചാണ് ഈ കണ്ടെത്തൽ. പക്ഷേ ഈ എയ്ഡ്സ് ബാധിച്ചു എന്ന് പറയുന്ന എല്ലാ ആൾക്കാരെയും അവർക്ക് കണ്ടെത്താൻ സാധിച്ചിട്ടില്ലെന്നും ഈ പറയുന്ന കാര്യം ശരിയാണോ എന്ന് അവർക്ക് തന്നെ ഉറപ്പില്ല എന്നുമാണ് ഞാൻ അറിയുന്നത്. ഇതൊരു താൽക്കാലിക അനുമാനം മാത്രമാണെന്ന് ഞാൻ മനസ്സിലാക്കും. എന്ത് തന്നെയായാലും ശരി, എയ്ഡ്സ് രോഗം ഉണ്ടാക്കുന്നത് ഒരു അലോപ്പതി മരുന്നാണോ എന്ന എൻ്റെ ചോദ്യത്തിൻ്റെ കാരണം, എയ്ഡ്സ് രോഗം ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് 1981-ലാണ്. അതിന് മുമ്പ് എയ്ഡ്സ് രോഗം ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ടെങ്കിലും ആദ്യത്തെ എയ്ഡ്സ് രോഗം റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് 1981-ലാണ്. ഈ 1980-കൾക്ക് മറ്റൊരു പ്രത്യേകതയുണ്ട്. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ വളരെ വ്യാപകമായിട്ട് പറിച്ചിരിക്കുന്ന വലിയൊരു പ്രശ്നമായിട്ട് മാറിയിരിക്കുന്ന MDMA അഥവാ മെത്തിലീൻ ഡയോക്സി മെത്താംഫെറ്റാമിൻ എന്ന് പറയുന്ന മയക്കുമരുന്നിൻ്റെ ഉപയോഗം വ്യാപകമാകുന്നത് 1980-കളിലാണ്. ഈ മരുന്ന് ആദ്യമായിട്ടുണ്ടാക്കുന്നത് 1912-ൽ ജർമ്മനിയിലെ മെർക്ക് എന്ന് പറയുന്ന കമ്പനിയാണെന്ന് പറയപ്പെടുന്നു. അവരിത് ഉണ്ടാക്കുന്നത് വിഷാദ രോഗികൾക്കും മറ്റും ഒരു മാനസികമായിട്ടുള്ള ഉത്തേജനം കിട്ടുന്നതിന് വേണ്ടിയായിരുന്നു. അതായത് മാനസികമായിട്ട് വളരെയധികം ഡൗൺ ആയിട്ടിരിക്കുന്ന ആൾക്കാർക്ക് MDMA കൊടുക്കുമ്പോൾ അവർക്ക് അവസ്ഥയിൽ നിന്നൊരു മാറ്റം ഉണ്ടായി അവരൊരു നല്ല രീതിയിലേക്ക് വരുന്നതായിട്ട് കണ്ട് അവർക്ക് വേണ്ടി ഉണ്ടാക്കിയ മരുന്നാണെന്നാണ് പറയപ്പെടുന്നത്. എന്നാൽ പിന്നീട് 1970-കളുടെയും മറ്റും ഒടുവിൽ പാശ്ചാത്യ നാടുകളിലെ ചെറുപ്പക്കാർ ഈ മരുന്ന് ഒരു മയക്കുമരുന്നായിട്ട് ഉപയോഗിക്കാൻ പറ്റും എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അവിടെ നിശാ ക്ലബ്ബുകളിലും മറ്റും സ്ഥിരമായിട്ട് പോകുന്ന യുവാക്കളും യുവതികളും ഇത് വ്യാപകമായിട്ട് ഉപയോഗിക്കാൻ തുടങ്ങി. തുടർന്ന് ഇതൊരു വിപത്തായിട്ട് മാറി എന്ന് തിരിച്ചറിഞ്ഞാണ് പല രാജ്യങ്ങളും ഇതിൻ്റെ ഉപയോഗം നിരോധിച്ചത്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വസ്തുത, എപ്പോഴാണോ MDMAയുടെ ഉപയോഗം അവിടെ വ്യാപകമായിട്ട് മാറിയത് അതേ കാലയളവിൽ തന്നെയാണ് എയ്ഡ്സ് രോഗം റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. എയ്ഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? എന്തെങ്കിലും ഒരു രോഗം പിടിപെടുമ്പോൾ ആ രോഗത്തെ ചെറുത്ത് തോൽപ്പിക്കാനുള്ള ഒരു കരുത്ത് നമ്മുടെ ശരീരത്തിനുണ്ട്. എന്നാൽ അത് പൂർണ്ണമായിട്ടും നഷ്ടപ്പെടുന്ന ഒരവസ്ഥയാണ്. ഇതൊരു രോഗമാണെന്ന് പറയാൻ പറ്റില്ല. യഥാർത്ഥത്തിൽ നമ്മുടെ ശരീരത്തിന്റെ രോഗപ്രതിരോധ ശേഷി നഷ്ടപ്പെടുന്ന ഒരവസ്ഥയാണ്. ഈ അവസ്ഥ നഷ്ടപ്പെടാൻ MDMA എന്ന് പറയുന്ന മരുന്ന് കാരണമായിട്ടുണ്ടാകാം. ഇതിന് വളരെ കടുത്ത പാർശ്വഫലങ്ങൾ ഉണ്ടെന്നാണ് നമ്മൾ കേട്ടിട്ടുള്ളത്. ഈ മരുന്നിന്റെ ഉപയോഗം സ്ഥിരമായി കഴിഞ്ഞാൽ അത് പക്ഷേ മരണം വരെ ഉണ്ടാക്കാമെന്ന് പറയുമ്പോൾ രോഗപ്രതിരോധ ശേഷി ഇത് ഉപയോഗിക്കുന്നത് നഷ്ടപ്പെടും എന്നുള്ളത് നമുക്ക് ന്യായമായിട്ടും അനുമാനിക്കാവുന്ന ഒരു കാര്യമാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ MDMAയുടെ ഉപയോഗം മൂലമാണ് എയ്ഡ്സ് രോഗം ഉണ്ടായതെന്ന് നമുക്ക് വേണമെങ്കിൽ അനുമാനിക്കാൻ സാധിക്കുന്ന ഒരു കാര്യമാണ്. കാരണം ഇതിൻ്റെ ഉപയോഗം വ്യാപകമായിട്ട് യുവാക്കൾ ആരംഭിച്ച ശേഷമാണ് എയ്ഡ്സ് രോഗം റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. ഈ എയ്ഡ്സ് രോഗത്തിൻ്റെ സ്വഭാവവും അതേപോലെ തന്നെ MDMAയുടെ ഉപയോഗവും തമ്മിലും ഒരു സാമ്യമുണ്ട്. കാരണം ആദ്യമൊക്കെ നമ്മൾ കേട്ടത് സെക്സിലൂടെ പകരുന്ന ഒരു രോഗമാണ് എയ്ഡ്സ് എന്നാണ്. ആ സമയത്ത് മയക്കുമരുന്നും മറ്റും ഉപയോഗിച്ച് ഹിപ്പികൾ, അതായത് നമ്മൾ കേട്ടിട്ടുണ്ട് പാശ്ചാത്യ നാടുകളിൽ ആ സമയത്ത് ഉണ്ടായിരുന്ന ചെറുപ്പക്കാരെയൊക്കെ ഹിപ്പീസ് എന്നാണ് വിളിച്ചിരുന്നത്. അവരൊക്കെ വളരെയധികം കുത്തഴിഞ്ഞ ഒരു ജീവിതമാണ് ആ സമയത്ത് നയിച്ചിരുന്നത്. അങ്ങനെയുള്ളവർ ആ സമയത്ത് ലഹരിക്ക് വേണ്ടി ഈ MDMA ഉപയോഗിക്കുകയും അവരുടെ ശരീരത്തിൻ്റെ രോഗപ്രതിരോധ ശേഷി അതിലൂടെ നഷ്ടപ്പെടുകയും ചെയ്തപ്പോൾ ഫാർമസി കമ്പനികൾ, അതായത് ഏത് രോഗവും എന്തും വൈറസാണ് ഉണ്ടാക്കുന്നതെന്നുള്ള സിദ്ധാന്തത്തിൽ അടിയുറച്ചു നിന്നുകൊണ്ട് അതിനെ ഒരു ബിസിനസ്സാക്കി മാറ്റുന്ന ഫാർമസി കമ്പനികളാവാം ഇതൊരു വൈറൽ രോഗമായിട്ട് നമ്മുടെ മുമ്പിലേക്ക് അവതരിപ്പിച്ചത്. ഇപ്പോൾ മലപ്പുറത്ത് റിപ്പോർട്ട് ചെയ്യപ്പെട്ട എയ്ഡ്സ് രോഗ കേസുകളും മയക്കുമരുന്നിൻ്റെ ഉപയോഗത്തെ തുടർന്നാണ് ഉണ്ടായത്. അപ്പോൾ അവരുപയോഗിച്ച മയക്കുമരുന്നാണോ അവർക്ക് ഈ രോഗം സമ്മാനിച്ചത് എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഇവിടുത്തെ ആരോഗ്യവകുപ്പ് അന്വേഷിച്ച് കണ്ടെത്തേണ്ടത്. അതുകൂടാതെ നമ്മുടെ മുമ്പിൽ വളരെ വലിയൊരു ഭീഷണിയായിട്ട് നിൽക്കുന്നത് ഈ MDMA ഒരു അലോപ്പതി മരുന്നാണ് എന്ന സത്യമാണ്. MDMA മാത്രമല്ല, നിങ്ങളൊരു പക്ഷേ വായിച്ചു കാണും, ഈ അടുത്ത സമയത്ത് പാലായിൽ ഒരു ചെറുപ്പക്കാരനെ എക്സൈസ് അറസ്റ്റ് ചെയ്തു. അവൻ്റെ പക്കൽ ഒരു പ്രത്യേക ഇംഗ്ലീഷ് മരുന്നുണ്ടായിരുന്നു. ഈ ഇംഗ്ലീഷ് മരുന്ന് ഹൃദയ ശസ്ത്രക്രിയ നടക്കുമ്പോൾ രോഗിയുടെ രക്തസമ്മർദ്ദം താഴ്ന്നു പോകാതിരിക്കാൻ വേണ്ടി കുത്തിവെക്കുന്ന ഒരു മരുന്നാണെന്നാണ് ഞാൻ വാർത്തയിൽ വായിച്ചത്. ഇതിൻ്റെ ഏതാണ്ട് 300ഓളം വയലുകളാണ് ആ ചെറുപ്പക്കാരൻ്റെ കയ്യിൽ നിന്നും എക്സൈസ് പിടികൂടിയത്. എക്സൈസ് പറയുന്നത് ഈ മരുന്നും ഒരു മയക്കുമരുന്നായിട്ട് ഉപയോഗിക്കാൻ പറ്റുമെന്നാണ്.
അതായത് ഈ രക്തസമ്മർദ്ദം കുറഞ്ഞു പോകാതിരിക്കാനുള്ള മരുന്ന് ഞരമ്പിലേക്ക് കുത്തിവെച്ച് കഴിഞ്ഞാൽ അതും നമുക്ക് ഒരു ലഹരി നൽകുന്ന മരുന്ന് പോലെ പ്രവർത്തിക്കും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിരവധി അലോപ്പതി മരുന്നുകൾ രാസലഹരിയായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നവയാണ് എന്നുള്ള ഒരു ഞെട്ടിപ്പിക്കുന്ന വിവരം നമ്മുടെ ഇതിലേക്ക് വരുമ്പോൾ MDMAയും ഒരു അലോപ്പതി മരുന്നാണ് എന്നുള്ള വസ്തുത നിലനിൽക്കുമ്പോൾ നമുക്ക് ന്യായമായിട്ടും മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഈ മരുന്ന് ഏത് ഫാർമസിക്കും ഉണ്ടാക്കാൻ പറ്റും. MDMAയുടെ കെമിക്കൽ കോമ്പിനേഷൻ നമ്മുടെ രാജ്യത്തുള്ള എല്ലാ ഫാർമസികൾക്കും ഉറപ്പായിട്ടും അറിയാമായിരിക്കും. ഈ സമയത്ത് ബോംബെയിൽ നിന്ന് ഞാനൊരു വാർത്ത വായിച്ചത്, അവിടെ ഒരു ചെറുപ്പക്കാരനെയും അവരുടെ കൂട്ടാളിയെയും നാർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോ അറസ്റ്റ് ചെയ്തു. അവരുടെ പക്കൽ നിന്നും 50 കോടി രൂപ വിലമതിക്കുന്ന MDMA പിടിച്ചെടുത്തു എന്നാണ് പറയുന്നത്. ഈ MDMA അവൻ ഇവിടെ നിന്നും കൊണ്ടുവന്നത് വാങ്ങിയതെല്ലാം തനതാനെ ഉണ്ടാക്കിയതാണ്. കാരണം അവനൊരു ഫാർമസിസ്റ്റാണ്, അവനറിയാം ഇതെങ്ങനെ ഉണ്ടാക്കണമെന്ന്. അപ്പോൾ നമ്മുടെ രാജ്യത്തെ ഫാർമസികൾക്ക് എത്ര നിസ്സാരമായിട്ട് ഇത് ഉണ്ടാക്കാൻ പറ്റും. അങ്ങനെ അവർ ഇത് ഉണ്ടാക്കി കഴിഞ്ഞാൽ അവർക്ക് എത്രയോ നിസ്സാരമായിട്ട് അത് മാർക്കറ്റിൽ എത്തിക്കാൻ പറ്റും. കാര്യം ഒരു ഫാർമസി ഈ MDMA എന്ന് പറയുന്ന മരുന്നുണ്ടാക്കിയിട്ട് അവർക്കത് പുറത്തേക്ക് എത്തിക്കാൻ വേണ്ടി MDMA എന്ന ലേബലിന്റെ ആവശ്യമില്ല. അവർക്ക് മറ്റേതെങ്കിലും ഗുളികയുടെ രൂപത്തിൽ എത്തിക്കാൻ പറ്റും. ഉദാഹരണത്തിന് ഇപ്പോൾ പാരസെറ്റമോളിന്റെ പാക്കറ്റിൽ അവർ MDMA വെച്ചിട്ട് അവരുടെ ഡീലർക്ക് അയച്ചു കൊടുത്തിട്ട് അവരുടെ രഹസ്യമായിട്ട് പറയുന്നത് MDMA ആണ്. അപ്പോൾ ഇത്തരത്തിൽ നമ്മുടെ രാജ്യത്തെ ഫാർമസികൾക്കും ഫാർമക്കോളജി പഠിച്ചിട്ടുള്ള ആൾക്കാർക്കും ഒക്കെ MDMA ഉണ്ടാക്കാൻ പറ്റും എന്നത് വളരെ ഭീകരമായ ഒരു അവസ്ഥയാണ്. അതുകൊണ്ട് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഇതിന്റെ പേരിലുള്ള പ്രഹസനങ്ങൾ കൊണ്ട് വലിയ ഗുണമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. എന്താണ് ഇവിടെ നടക്കുന്നത്? ഇവിടെ നടക്കുന്നത് ഉപയോഗിക്കുന്ന കുറേ ആൾക്കാരെ പിടിക്കുന്നു, ഇത് വിൽക്കുന്ന കുറേ പേരെ പിടിക്കുന്നു. എന്നാൽ ഇവർക്ക് ഇത് എവിടെ നിന്ന് കിട്ടി? അവിടേക്ക് അന്വേഷണം പോകുന്നില്ല. ഇവർക്ക് എവിടെ നിന്ന് കിട്ടി? എന്തുകൊണ്ടാണ് നമ്മുടെ പോലീസിനോ അല്ലെങ്കിൽ NCBക്കോ അതല്ല എന്ന് പറഞ്ഞാൽ ഇവിടെ എക്സൈസിനോ ഒക്കെ കണ്ടുപിടിക്കാൻ സാധിക്കാത്തത്? കാരണം ഒരു വ്യക്തിയെ നമ്മൾ മയക്കുമരുന്നുമായിട്ട് പിടികൂടുമ്പോൾ അവനത് എവിടെ നിന്ന് കിട്ടിയെന്നുള്ള നിസ്സാരമായിട്ട് അറിയാൻ പറ്റും. അങ്ങനെ അവന്റെ പിന്നിലേക്ക് അന്വേഷണം പോയി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും സോഴ്സിൽ എത്തി നിൽക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം നമുക്ക് ആർക്കുമില്ല. എന്നാൽ അങ്ങനെ ഒരു അന്വേഷണം ഇവിടെ നടക്കുന്നില്ല. ഇവിടെ ആൾക്കാരെ ബോധവൽക്കരിക്കുന്നു, ഇത് അല്പസ്വല്പം ഉപയോഗിക്കുന്ന ആൾക്കാരെ പിടികൂടുന്നു, അല്പസ്വല്പം കച്ചവടം നടത്തുന്ന ആൾക്കാരെ പിടികൂടുന്നു, എന്നിട്ട് ഞങ്ങളിവിടെ മയക്കുമരുന്നിനെതിരെ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് എന്നവർ കാട്ടിക്കൂട്ടുന്നു. നിങ്ങൾക്കറിയാം, ഇവിടെ പ്ലാസ്റ്റിക് നിരോധിക്കുമ്പോൾ സർക്കാർ നടത്തുന്ന ഒരു അഭ്യാസമുണ്ട്. നമ്മുടെ സർക്കാരിന്റെ ഉദ്യോഗസ്ഥന്മാർ ഓരോരോ കടകളിൽ കയറി അവിടെ പ്ലാസ്റ്റിക് ബാഗ് ഉണ്ടോ എന്ന് പരിശോധിക്കും. പരിശോധിച്ചിട്ട് അവിടെ ഇത് കണ്ടെത്തി കഴിഞ്ഞാൽ അവർക്ക് 10,000, 11,000, 15,000 ഒക്കെ ഫൈൻ എഴുതി കൊടുക്കും. എന്നാൽ ഇവരെന്തുകൊണ്ടാണ് അവർക്ക് എവിടെ നിന്നാണ് ഈ ബാഗ് വന്നതെന്ന് ചോദിച്ച് ആ കൊടുത്ത ആളെ പിടികൂടാത്തത്? അതുകൊണ്ട് ഇവിടുത്തെ സർക്കാരിനോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് ശരിക്കും ഈ മയക്കുമരുന്നിന്റെ വിപത്താണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ, ഇതിന്റെ വ്യാപനം പൂർണ്ണമായിട്ട് തടയണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇതിന്റെ സോഴ്സ് കണ്ടെത്തണം. ഇത് വിൽക്കുന്ന ചെറുകിടക്കാരെയോ ഇത് ഉപയോഗിക്കുന്ന സാധാരണക്കാരെയോ അല്ല നിങ്ങൾ പിടികൂടേണ്ടത്, മറിച്ച് ഇത് ഉണ്ടാക്കി മാർക്കറ്റിൽ എത്തിക്കുന്നവരാരാണോ അവരെയാണ്. അവര് എത്ര വലിയ ആൾക്കാരായാലും ശരി, അവരൊരു പക്ഷേ കോടീശ്വരന്മാരായിരിക്കാം, ഒരു പക്ഷേ ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾക്കൊക്കെ വാരിക്കോരി പൈസ കൊടുക്കുന്നവരായിരിക്കാം. അതിനുവേണ്ടി നിങ്ങൾ അവരെങ്ങനെ ചെയ്തോട്ടെ എന്ന് ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രഹസനങ്ങൾ കൊണ്ട് യാതൊരു ഗുണവുമില്ല എന്ന് തിരിച്ചറിയണം. നമുക്ക് എപ്പോഴും വേണ്ടത് ഉറവിടം തന്നെ ഇല്ലാതാക്കുക എന്നുള്ളതാണ്. മയക്കുമരുന്ന് ഇല്ലാതാകണമെങ്കിൽ അത് ഉണ്ടാക്കുന്ന ഉറവിടം തന്നെ ഇല്ലാതാകണം, ഉറവിടത്തെ തന്നെ തകർക്കണം. സർക്കാരിന്റെ ശ്രമം ആ ദിശയിലേക്ക് പോകുമെന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു.